സത്യൻ എന്ന നടന്റെ കാരുണ്യത്തിനായി പ്രതീക്ഷിച്ചു നടന്ന ഒരു കാലമുണ്ട് കൃഷ്ണദാസിന്. ആ വലിയ നടന്റെ ശുപാർശയുണ്ടെങ്കിൽ സിനിമയിൽ തനിക്ക് കയറിപ്പറ്റാനാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു കലാകാരനാണ് ഇദ്ദേഹമെന്ന് ആദ്യം തിരിച്ചറിയുന്നത് മലയാളത്തിന്റെ ആ മഹാനടനാണ്. അന്നും ഇന്നും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഈശ്വരന്റെ മുഖമാണ് സത്യൻ മാഷിനുള്ളത്. മണി അന്തിക്കാടെന്ന് പറയുന്ന ആളുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞൊരു ലെറ്റർ വന്നു. അപ്പോൾ ആ ലെറ്ററുമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ മണി അന്തിക്കാടെന്ന് പറയുന്ന ആൾ അവിടുത്തെ പ്രൊഡക്ഷൻ്റെ ഈ സിനിക്രാഫ്റ്റ് പ്രോപ്പർട്ടി ഇഷ്യൂ എന്ന ഒരു ആർട്ട് ഇതുമാണ്. പിന്നെ 8 പ്രൊഡക്ഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. മലയാളം സിനിമ പ്രൊഡക്ഷൻസ് ഉണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഹിന്ദിയുണ്ട്, പിന്നെ ഒറിയ ഉണ്ട്, ഒരുപാട് 8 ഭാഷ പ്രൊഡക്ഷൻസ് ഉള്ള സ്ഥലമാണ്. അവിടെ ചെന്ന് മണി അന്തിക്കാടെന്ന് പറയുന്ന ആളിനെ കണ്ടു, വളരെ നീറ്റായിട്ട് സംസാരിച്ചു. അപ്പോൾ കുഴപ്പമില്ല, എല്ലാം ശരിയാവും, മാഷ് പറഞ്ഞല്ലേ നാളെ രാവിലെ ഇവിടെ വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം സിനിക്രാഫ്റ്റിൽ ചെന്നപ്പോഴത്തേക്ക് ബോർഡിൽ എൻ്റെ പോരണ്ട് കല്ലയം കൃഷ്ണദാസ്, അവിടുത്തെ സ്റ്റാഫ് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അരുണാചലം സ്റ്റുഡിയോ, ചിത്രം കുറ്റവാളി, സംവിധായകൻ സേതുമാധവൻ സാറ്. അങ്ങനെ ആ ദിവസം അരുണാചലം സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് കമ്പനി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അറ്റൻഡ് ചെയ്യുകയാണ്. ഈ സിനിക്രാഫ്റ്റ് മൂവീസിൻ്റെ അദ്ദേഹത്തിൻ്റെ മഹാചക്രവർത്തിയുടെ ഓർഡർ കൊണ്ട് അവിടെ ചെന്ന് എത്തിപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ ഭാഗ്യം എന്ന് പറയുന്നത്, മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഏതാണ്ട് ഒരു 19 ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട്. സിനിമയിൽ എത്തപ്പെടാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഇദ്ദേഹത്തിന് പിൽക്കാലത്ത് ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് വേഷങ്ങൾ അണിയാൻ ഭാഗ്യമുണ്ടായി. നടനായി തുടങ്ങിയ ആൾ സംവിധാന സഹായിയായി മലയാള സിനിമയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ സംവിധായകരുടെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന ബഹുമതി നേടാനായി. മധുസാറിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ വേണു സാർ എന്ന് പറയുന്ന ഡയറക്ടർ, CID നസീർ, രാത്രിയിൽ യാത്രക്കാരൊക്കെ ചെയ്തു. അപ്പോൾ സാറ് പെട്ടെന്ന് അവിടെ മധുസാറിനെ കാണാൻ വരികയും എന്നെ പരിചയപ്പെടുകയും അപ്പോൾ അടുത്ത പടത്തിന് എന്നെ അസോസിയേറ്റായിട്ട് വിളിക്കുകയും ചെയ്തു. അതൊരു വലിയൊരു വഴിത്തിരിവായിരുന്നു. കാരണം ഒരുപാട് സ്വാതന്ത്ര്യമുള്ള ഒരു ഡയറക്ടറാണ്, ഒരു നല്ല ഡയറക്ടറാണ് അദ്ദേഹം. നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം തരും, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നമുക്ക് മനസ്സിലാക്കിക്കാനും നമുക്കൊരു ഫ്രീഡം, ഫുൾ ഫ്രീഡം, അതാണ് ഏറ്റവും വലിയ. ഷോർട്സിൻ്റെ കാര്യത്തിലായാലും സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഭയങ്കര ഫ്രീഡം. അപ്പോൾ അങ്ങനെ 1-2 പടമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വലിയ ഇഷ്ടമായി, എനിക്കും വലിയ ഇഷ്ടമായി. അങ്ങനെ ചെറുപ്പക്കാർ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ റെഡിയായപ്പോഴേക്കും ശ്രീമൂല നഗരം വിജയനാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ അതിൽ 4 പാട്ടുണ്ട്. അപ്പോൾ 2 പാട്ട് വയലാർ രാമവർമ്മജിയാണ്. അപ്പോൾ 2 പാട്ടിൻ്റെ കാര്യം ഇങ്ങനെ ആലോചനയിരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് പാട്ട് എഴുതണം, ഞാൻ പാട്ടുകളൊക്കെ എഴുതും. അയ്യോ അതിപ്പോൾ വയലാർജി സമ്മതിക്കുമോ? കാരണം അദ്ദേഹത്തിൻ്റെ 2 പാട്ട്, കാരണം ഇതിനിടയ്ക്ക് വയലാർജിയുടെ ഒരുപാട് ഒരു മാനസപുത്രനായി കഴിഞ്ഞു. ഞാൻ ഒരുപാട് തവണ പോവുകയും അദ്ദേഹം വളരെ നീറ്റായിട്ട് വളരെ നല്ല രീതിയിൽ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആശംസ കൂടെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്, അദ്ദേഹം മറുപടി ഒന്നും ഒബ്ജക്ഷൻ പറയത്തില്ല. അങ്ങനെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ വയലാർജിയുടെ പോവുകയും 2 പാട്ട് അദ്ദേഹം എഴുതുകയും 2 പാട്ട് ഞാനാണ് എഴുതുന്നത് പറഞ്ഞു. അദ്ദേഹം ധൈര്യമായിട്ട് എഴുതിക്കൊള്ളൂ, ദാസ് ഭംഗിയായിട്ട് എഴുതും, നന്നായിട്ട് എഴുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 പാട്ട്. ആദ്യത്തെ എൻ്റെ പാട്ട് മ്യൂസിക് ചെയ്ത ദക്ഷിണാമൂർത്തി സ്വാമിയാണ്, പാടിയത് അമ്പിളി. തങ്കത്തളികയിൽ ചോറൂട്ടാം, തമ്പുരുമീട്ടി താരാട്ടാം, അച്ഛനും അമ്മയ്ക്കും ആദ്യത്തെ പൊന്മുത്തേ, അഞ്ചിക്കുണുങ്ങി നടക്കൂ, നീ ചെന്നമ്പിളി മാമനെ പിടിക്കൂ. അങ്ങനെ ആദ്യത്തെ പാട്ട് എൻ്റെ റെക്കോർഡായപ്പോഴത്തേക്കും ഈ ലക്ഷ്യപ്രാപ്തിയുടെ വീണ്ടും ഉള്ള 1-2 പടികൾ കൂടി കടന്നതുപോലെയുള്ള ഒരനുഭവം.